ഹലോ, വെൽക്കം ബാക്ക് ടു സുൽഫീസ് ക്രിയേഷൻസ്. അപ്പോൾ നമ്മളിന്നൊരു നല്ലൊരു മാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള സാധാ മുത്ത് വെച്ച് നല്ല ഭംഗിയുള്ളൊരു ചോക്കറെന്ന് പറയാം, അല്ല നമുക്ക് അത് നീളത്തിലുള്ള മാലയായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് വൈറ്റ് ബീഡ്സ് വേണം, പിന്നെ മാലയ്ക്ക് ബാക്കിലിടുന്നൊരു ത്രെഡ്, ഇതിന് പകരം ചെയിൻ ഉപയോഗിച്ചാലും മതി. പിന്നെ നമ്മുടെ ടങ്കീസ്, അതധികം കട്ടിയുള്ളതല്ല, ഇച്ചിരി തിന്നായിട്ടുള്ള, പിന്നെ കുറച്ച് കട്ടിങ് റിങ്. അപ്പോൾ അതാണ് നമ്മുടെ ടങ്കീസിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു കട്ടിങ് റിങ് സെറ്റ് ചെയ്യുക, കണ്ടല്ലോ. എന്നിട്ട് ഒരു ചെറിയ വൈറ്റ് ബീഡ് ഒരു സൈഡിൽ കൂടെ കയറ്റി മറ്റേ സൈഡും കൂടെ ക്രോസായിട്ട് കയറ്റി അതൊന്ന് ലോക്ക് ചെയ്യുക, കണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മുടെ ആ കട്ടിങ് റിങ് അവിടുന്ന് മൂവ് ചെയ്യത്തില്ല. അപ്പോൾ അതാണ്ട് നമ്മളിനിയും രണ്ട് സൈഡും ഒരുപോലെ പിടിച്ചിട്ട് ഒരു സൈഡിൽ രണ്ട് ചെറിയ വൈറ്റ് മുത്ത്, കണ്ടല്ലോ. ഏകദേശം ഒരു 2 mm ബീഡാണ് ഞാൻ എടുത്തേക്കുന്നത്. രണ്ട് ചെറിയ വൈറ്റ് മുത്ത്, മറ്റേ സൈഡിൽ ഒരു 8 mm വൈറ്റ് മുത്തും, പിന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ അതേ സൈഡിൽ തന്നെ ഒരു വൈറ്റ് ചെറിയ മുത്തിട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡ് അതിനകത്തൂടെ ക്രോസായിട്ട് കയറ്റി അത് ലോക്ക് ചെയ്യുക. ഈ മുത്തിന് ഇച്ചിരി ഹോള് ചെറുതായതുകൊണ്ട് ഇച്ചിരി ടഫാണ് അത് കയറ്റിയെടുക്കാൻ. എന്നാലും വേണ്ടേ, നമ്മളത് ക്രോസ് ചെയ്തത് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ബീഡ്സ് അറേഞ്ച് ആകുന്നത്. അപ്പോൾ ഇനി നമുക്കതുപോലെ തന്നെ ബാക്കിയൂടെ ചെയ്യാം. ഒരു സൈഡിൽ രണ്ട് ചെറിയ മുത്ത്, സെയിം സൈഡിൽ തന്നെ ഇടണേ, രണ്ട് ചെറിയ മുത്ത്. ഓപ്പോസിറ്റ് സൈഡിൽ ഇതിൽ ഒരു വലിയ മുത്ത്, കണ്ടല്ലോ. ഇനി നമുക്ക് ആ വലിയ മുത്തിട്ട ഭാഗത്ത് തന്നെ ചെറിയ മുത്തിട്ട് മറ്റേ സൈഡിട്ട് ക്രോസാക്കി ലോക്ക് ചെയ്യാം. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ചെയ്ത് തീരുമ്പോഴത്തേനും ഏകദേശം റെഡിയാകും. പിന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെയൊക്കെ ഉള്ള മുത്തുകൾ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നോർമൽ ബീഡ്സാണ്. 10-12 രൂപയേ ആകത്തുള്ളൂ. നമുക്കൊരു 40 രൂപയൊക്കെ വെച്ച് ഈ മാല നമുക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ അതാണ്ട് ഒരു സൈഡിൽ ചെറിയ 2 മുത്ത്, മറ്റേ സൈഡിലൊരു വലിയ മുത്തും, അതിന് ശേഷം ഒരു ചെറിയ മുത്ത് അതേ സൈഡിൽ തന്നെ ഇട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡ് വെച്ച് ക്രോസ് ചെയ്ത് ലോക്ക് ചെയ്യുക, കണ്ടല്ലോ. അത് കയറാൻ ഇച്ചിരി പാടാണ്, പിന്നെ നമ്മൾ കയറ്റിയെടുത്തു. വേണ്ടേ, അത് ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് കുറേ സമയം പോയി. അപ്പോൾ അതാണ്ട് നമ്മളതും ക്രോസ് ചെയ്തതുകൊണ്ട്, കണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ. ഇനിയിപ്പോൾ നമുക്കത് അനങ്ങാതിരിക്കാൻ അതിൻ്റെ മണ്ടയ്ക്കായിട്ട് ഞാൻ ആ ടങ്കീസിൻ്റെ റോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന 2 ബീഡ് സിമ്പിളായിട്ട് അപ്പം നമ്മളൊരു സൈഡ് റെഡിയാക്കി. അപ്പോൾ അതാണ്ട് അടുത്ത സൈഡിൽ വലിയ ബീഡ്, അത് കഴിയുമ്പോഴത്തേക്കിന് ഒരു കൊച്ചു ബീഡിട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡിട്ട് ക്രോസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മാല ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തരുന്നതിലും ഭേദം നിങ്ങളിത് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് മനസ്സിലാകുമല്ലോ. ഇത്രയും സിമ്പിളാണ്. കാണുമ്പോൾ ഇച്ചിരി ഹെവി ഐറ്റം ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഒരു സൈഡിൽ 2 ബീഡ്, മറ്റേ സൈഡിലൊരു വലിയ ബീഡും, അതിൻ്റെ കൂടെ ഒരു ചെറിയ ബീഡിട്ട് ഓപ്പോസിറ്റ് സൈഡിട്ട് ക്രോസാക്കി എടുക്കുക, കണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ച് ഭാഗം 8 mm ബീഡ്സും ബാക്കി സെൻറ്റർ ഭാഗം വരുന്നിടത്ത് 10 mm ബീഡ്സുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ബാക്കി ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ആദ്യം ഒരു 5-6 മുത്ത് 8 mm ഇട്ടിട്ട് സെൻറ്റർ പോർഷനിൽ ഒരു 10 മുത്തോളം ഞാൻ 10 mm ബീഡ്സാണ് ഇട്ടേക്കുന്നത്. ചെറിയ ബീഡ്സ് സെയിം 2 mm സൈസിലെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. 2 തൊട്ട് 10 വരെ, അതല്ല 12 ആണെങ്കിലും കുഴപ്പമില്ല. ഒത്തിരി വലിപ്പം തോന്നുമ്പോഴത്തേനും ഒരു ഭംഗി കാണത്തില്ലല്ലോ. അപ്പോൾ അതാണ്ട് നമ്മൾ കുറേശ്ശെ ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം, കണ്ടല്ലോ. നല്ല ഭംഗിയില്ലേ ഇത്രയും ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് കമൻ്റ് ഇടണേ. പറ്റിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ.
നമ്മളിനി വലിയ ബീഡ് കയറ്റി തുടങ്ങാൻ പോവാണ്. അപ്പം ഒരു സൈഡിൽ നമ്മുടെ പഴയ ചെറിയ ബീഡ് തന്നെ ആയിരിക്കും, മറ്റേ സൈഡിൽ നമ്മൾ 10mm ബീഡാണ് കയറ്റുന്നത്. ഇനി നമ്മുടെ ഇഷ്ടം പോലെ ഒരേ സൈസ് മതിയെങ്കിൽ മതി. അപ്പം ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി സെൻറ്റർ ഭാഗത്ത് മാത്രം 10mm ബീഡ്സ് കയറ്റാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതാണ്ട് കണ്ടല്ലോ, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതാണ്ട് നമ്മളൊരു സൈഡിൽ ചെറിയ ബീഡ്സും മറ്റേ സൈഡിൽ ഒരു 10mm ബീഡും ഒരു 2mm ബീഡും കയറ്റി ആ 2mm ക്രോസ് ചെയ്ത് അത് ലോക്ക് ചെയ്യുന്നു. പഴയതുപോലെ തന്നെ ഇനി നമുക്ക് സംഭവം കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇതുപോലെ ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പരമാവധി ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ്ട് നമ്മൾ വീണ്ടും ബാക്കി നടുക്ക് ഭാഗത്തൊരു 5-8 വലിയ ബീഡ് വരുന്ന രീതിയിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാൻ ഇച്ചിരി മെനക്കെടണം. കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ചെയ്തു വരുമ്പം നല്ല ഭംഗിയുള്ളൊരു പാറ്റേണാണ്. അപ്പം നമ്മളിതാണ്ട് ഏകദേശം നടുക്ക് ഭാഗത്തെ ആ ബീഡ്സ് അത്രയും കോർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ്ട് കണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ ആ പാറ്റേൺ കാണാൻ. അപ്പം നമ്മൾ ഇവിടം വെച്ച് നിർത്തി നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേസ്ലെറ്റായിട്ട് മാറ്റാം. ഇപ്പം നമ്മൾ മാല ചെയ്യാൻ ഉദ്ദേശമുണ്ട്, നമുക്ക് മാലയാക്കി തീർക്കാം. അപ്പോൾ അതാണ്ട് ചെറിയ ബീഡ് സൈഡിലും നടുക്ക് വലിയ ബീഡും ബാക്കി ഭാഗത്തും നമ്മൾ ചെറിയ ബീഡ് തന്നെ കയറ്റാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം നല്ല ഭംഗിയുള്ളൊരു മാല. ഇതിന് വേണമെങ്കിൽ നമുക്ക് ലോക്കറ്റ് ഇടാം. ലോക്കറ്റ് ഇട്ടുള്ളൊരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വലിയ ലോങ് ആയിട്ടുള്ള ചെയിനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കിത് ചോക്കറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെയൊക്കെ പല കളറിലെ ഇതുപോലത്തെ ബീഡ്സ് ഉണ്ട്. വലിയ വിലയും വരത്തില്ല. നമ്മൾ 30 രൂപയ്ക്കൊരു മാല മേടിക്കുന്നതിന് പകരം 15 രൂപയ്ക്ക് ഇതേലൊരു സ്ട്രിങ് മുത്ത് മേടിച്ചാൽ നമുക്കിതുണ്ടാക്കി എടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിക്കുകയും ചെയ്യാം. നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ചെയ്തു കൊടുത്തു എന്നൊരു സന്തോഷം വരും. അപ്പോൾ അതാ നമ്മൾ വീണ്ടും നമ്മുടെ 8mm ബീഡ്സ് കോർത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നടുക്കത്തെ അത്രയും ബീഡ്സും വലിയ ബീഡ്സാണ്. ഫോട്ടോയിൽ എനിക്ക് തോന്നുന്നു അധികം വ്യത്യാസം മനസ്സിലാകില്ല. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ വർക്ക് തീരാറായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗമാണ് കാണാനുള്ളത്. ലാസ്റ്റ് ഭാഗം നമ്മൾ എങ്ങനെ ലോക്ക് ചെയ്യുമെന്നാണ് കാണേണ്ടത്. അപ്പോൾ അതാണ്ട് നമ്മുടെ മാല ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ലാസ്റ്റ് ആ 2 നൂലും കൂടെ ചുമ്മാ ഒരു കെട്ട്, നമ്മൾ നോർമൽ ഇടുന്ന പോലെ ഒരു കെട്ടിടുക. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കെട്ടിടുമ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റിന് കെട്ടിടാൻ പഠിച്ച പോലെ ഒരു ചുറ്റ് പിന്നെ 2 ചുറ്റ് ചുറ്റി വലിച്ചു മുറുക്കുക. നമ്മുടെ മാല സെറ്റായി. അപ്പം വീണ്ടും നമ്മുടെ ഒരു ഉറപ്പിന് ഒന്നുകൂടെ സാധാ ഒരു കെട്ട്, അത് കഴിഞ്ഞ് ഒരു കെട്ടിടുമ്പം അത് 2 ചുറ്റ് ചുറ്റി കണ്ടല്ലോ വലിച്ചു മുറുക്കി അതങ്ങ് സെറ്റാക്കുക. നമ്മുടെ ടങ്കീസിന് കട്ടിയില്ലെന്നും പറഞ്ഞ് പേടിക്കണ്ട, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അതാ നമ്മുടെ മാലയുടെ സെറ്റ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ കട്ടിങ് റിങ് ആ കെട്ടിട്ട ഭാഗത്ത് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാണ്ട് കട്ട് ചെയ്ത ഭാഗത്തായിട്ട് നമ്മൾ ആ കട്ടിങ് റിങ് റെഡിയാക്കി. നമ്മുടെ കയ്യിൽ ടൂളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാവുന്ന, മനസ്സിലായല്ലോ. ജസ്റ്റ് നമ്മുടെ കൈ വെച്ചൊന്ന് വലിച്ച് അകത്തിയിട്ട് നമ്മുടെ ആ ബാക്ക് ചെയിൻ 2 സൈഡിലെ കട്ടിങ് റിങ്ങിൽ കണക്ട് ചെയ്തു. ഇതാ നമ്മുടെ മാല റെഡി. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ജസ്റ്റ്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം വീണ്ടും സപ്പോർട്ട് ചെയ്ത് കൂടെ കാണണേ. പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇതാണ്ട് നമ്മളപ്പം ഇതിനൊരു ലോക്കറ്റ് ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്നും കൂടെ നോക്കിയേ. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം ഇതുപോലെ ഉള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.